So ഞാൻ ക്വസ്റ്റ്യൻസ് ഇവിടെ ചാറ്റ് ജി പി ടിയോട് ബേസിക് ആയിട്ട് ചോദിച്ചത്, can you suggest me 3 questions and their answer which can user can ask before buying this product like baby strollers in India. So ഈ ചാറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഓൾറെഡി മൊത്തം ആർട്ടിക്കൽ എഴുതാൻ വേണ്ടി യൂസ് ചെയ്ത ചാറ്റ് ആണ്. സോ അതിന്റെ ഒരു ഹിസ്റ്ററിനകത്ത് ഇവർക്ക് മൊത്തം ഡാറ്റാസ് കിട്ടും. അതിന്റെ ബേസിസിലായിരിക്കും ഇവർ ഇത് തരുക. Then I will come to my blog and FAQ, പുതിയ FAQ ഞാൻ ആഡ് ചെയ്യും. ഈ FAQ നമ്മൾ എടുത്തേക്കുന്നത് റാങ്ക് മാത്തിന്റെ FAQ ആയിരുന്നു. സോ അതിനകത്തു നിന്നാണ് ആൻസർ. ഐ വിൽ ഷോ യു അഗെയിൻ ഹൗ ടു ഗെറ്റ് ദിസ്. സോ ഞാൻ ഇവിടെയും കോപ്പി ചെയ്യാം. സോ ഐ വിൽ പേസ്റ്റ് ദിസ് വൺ. ഇപ്പൊ ഇമേജ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ആഡ് ഇമേജസ് ഓൾസോ, ബട്ട് ആസ് ഓഫ് നൗ ഐ ഡോണ്ട് വാണ്ട് ടു ആഡ് എനി ഇമേജസ്. ലാസ്റ്റ് വൺ, ദിസ് വൺ, here my question and this is my answer. So this will be my answer. So 3 questions, max 3 questions നമ്മൾ പോവാറുള്ളൂ. സോ ഈ എങ്ങനെയായിരുന്നു FAQ എടുത്തതിന് ഒന്ന് ഒരു വട്ടം കൂടെ കാണിച്ചു തരാം. സോ ജസ്റ്റ് ഗോ ടു ദിസ് പർട്ടിക്കുലർ സെക്ഷനകത്ത് ഇവിടെ FAQ എന്ന് സെർച്ച് ചെയ്യുക. ഇഫ് യു ആർ യൂസിങ് റാങ്ക് മാത്ത് നിങ്ങൾക്ക് FAQ ബൈ റാങ്ക് മാത്ത് കാണും. അത് ക്ലിക്ക് ചെയ്താൽ യു വിൽ സീ ദിസ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചറായി ഇനിയിപ്പം നമുക്ക് ലെറ്റ്സ് സേവ് ദിസ്. ലെറ്റ്സ് അപ്ഡേറ്റ്. ആർട്ടിക്കൽ അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് വ്യൂ ഓൺ പോസ്റ്റ്. ഓക്കെ, സോ ഞാൻ താഴെ വരുവാണ് FAQ-ലേക്ക്. FAQ താഴെയാണല്ലോ ഉള്ളത്. യൂസിങ് ദിസ് FAQ. സോ 3 FAQs 1, 2, 3 FAQs വന്നു. സോ അതിന്റെ കൂടെ തന്നെ നമ്മൾ FAQs വേണമെങ്കിൽ ഒരു സബ് ഹെഡിങ്സ് കൊടുക്കാം ഇവിടെ. സോ ഐ വിൽ ആഡ് ജസ്റ്റ് പാരാഗ്രാഫ്, നോട്ട് പാരാഗ്രാഫ്, ഐ വിൽ ആഡ് എ ഹെഡിങ്. ഐ വിൽ ട്രൈ H2 FAQ. So FAQ ഇടാം, അല്ല പിന്നെ FAQ for best, FAQ for best. So let's India. Best baby strollers in India. So I just wanted to include keyword. അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിച്ചത്. So best baby strollers in India തന്നെയാണ് keyword. So that keyword I included. Fair enough. I just refresh it, update it and refresh it. Update here. It's refreshed. FAQ for best baby strollers in India. 1, 2, 3 FAQs വന്നു. Now FAQ schema automatically add out, so you can always check FAQ schema. So schema validator നകത്ത് പോവാം and check what schema showing over there. നമ്മൾ FAQ യൂസ് ചെയ്തുകൊണ്ട് it should show നമ്മുടെ FAQ schema. So let's run test. FAQ എല്ലാം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന കുറച്ചും കൂടെ കണ്ടന്റ് കയറ്റാനും പിന്നെ കുറച്ചും കൂടെ കീവേഡ് ഡയറക്റ്റ് ആയിട്ട് കീവേഡിന് ഒരു ടാർഗറ്റ് ചെയ്യാനും അങ്ങനത്തെ പർപ്പസിന് വേണ്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പേ നമുക്ക് FAQയുടെ ഒരു ബെനിഫിറ്റ്സ് എന്തായിരുന്നു പറഞ്ഞാൽ ഗൂഗിൾ സെർച്ചിനകത്ത് തന്നെ FAQ തന്നെ വരുമായിരുന്നു. ബട്ട് ഇപ്പം FAQs വരുന്നില്ല ഡയറക്റ്റ് ആയിട്ട്. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നെ ആഡ് ആവും. സോ യു വിൽ സീ ദാറ്റ് FAQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് primary objective. ഇവിടെ ക്വസ്റ്റ്യൻസും വന്ന് അതിന്റെ ആൻസേഴ്സും വന്നു. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വിൽ ബി ആഡഡ് ഇൻ ബ്ലോഗ് പോസ്റ്റ് സെക്ഷൻ തന്നെ FAQ സെക്ഷൻ ആയിട്ട്. So that's the thing, and let's last check let's check plagiarism, obfuscate. നമുക്ക് നോക്കാം എത്ര % ഉണ്ട്. Let's see. Copy the URL.
you can see that there is no copy content found. Anyways, ഞാൻ ഇപ്പൊ ലോഗിൻ ചെയ്തും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. മേ ബി പെയ്ഡിനകത്ത് വേറെ എന്തെങ്കിലും കാണിക്കാൻ നോക്കാം. പെയ്ഡ് അക്കൗണ്ടിനകത്ത്. സോ ഇത് കുറച്ചും കൂടെ പെയ്ഡ് ആണ്. പക്ഷെ എന്തെങ്കിലും കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. സോ ദിസ് സെർച്ച് ഈസ് 3,421 വേർഡ്സ്, കോസ്റ്റ് 35 cents പോയി, വിച്ച് ഇസ് എബവ് ലിമിറ്റ് 0 ചെക്ക് ടു ഓവർ റൈഡ്. സോ കുഴപ്പമില്ല. ഐ ജസ്റ്റ് വാണ്ട് സെർച്ച്. സോ ഇത് പേയ്മെന്റിന്റെ കാര്യമാണ് അവർ പറഞ്ഞത്. സോ പ്രീമിയം സെർച്ച്. സി not a copy content. So like complete fresh content ആണ് എന്നാണ് പറയുന്നത്. There is no copy of content from any other resource. So that's the like ഈ പ്രോംപ്റ്റിംഗ് പ്രോപ്പർ ആയിട്ട് പ്രോംപ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ ആർട്ടിക്കൽ എഴുതുവാണെങ്കിൽ ഇതിപ്പോ ഇവര് പറയുന്നത് യൂണീക് കണ്ടന്റ് ആണ്. There is no copy of. ഇനിയിപ്പം നമുക്ക് വേറെ ഒരു സാധനം ഉള്ളത് AI ഡിറ്റക്ടർ. AI ഡിറ്റക്ടറിന് വേണ്ടി പിന്നെ AI ഡിറ്റക്ടർ മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് തോന്നുന്നത് ഈ AI കമ്പനികൾ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. അവരുടെ ആ ഡിറ്റക്ടറിനകത്ത് അവരുടെ പ്രൊഡക്റ്റ് ചിലപ്പം കാണത്തില്ല, ബാക്കി എല്ലാവരുടെയും പ്രൊഡക്റ്റ് അത് കാണും. അൺഡിറ്റക്ടേബിൾ AI. സോ ദാറ്റ്സ് ദ വൺ സൈഡ്. അൺഡിറ്റക്ടേബിൾ AI. ദിസ് ഇസ് ദ സൈറ്റ്. സോ ഈ സൈറ്റിനകത്ത് നമുക്ക് നോക്കാം. കുറച്ചും കൂടെ എന്താ പറയുന്നത് അഡ്വാൻസ് AI detection tool ആണ്. Usually I don't mind too much checking because ഞാനിപ്പം ആർട്ടിക്കൽ എഴുതുന്ന സമയത്ത് mostly I will be like communicating with that particular chat. So most of the content നകത്ത് എൻ്റെ ഒരു ഇൻപുട്ട്, എൻ്റെ ഒരു തോട്ട് പ്രോസസ് അതിനകത്ത് എന്തായാലും വരും. പേസ്റ്റ് യുവർ ടെക്സ്റ്റ് ഹിയർ. സോ നമുക്ക് ടെക്സ്റ്റ് ആണ് ഇടേണ്ടത്, URL ഇവിടെ ഇടാൻ പറ്റത്തില്ല. സോ I will do one thing, copy this content. So എനിക്ക് മൊത്തം കോപ്പി കണ്ടന്റ് ചെയ്യേണ്ടി വരും. Around 3,000 words ആണ് എഴുതിയേക്കുന്നത്. എനിക്ക് തോന്നില്ല മൊത്തം കോപ്പി ചെയ്യാൻ പറ്റുമായിരിക്കും. എനിവേസ് ലൈക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വേർഡ് ലിമിറ്റ്, there would be a word limit 3,000 ഉണ്ട് ആർട്ടിക്കൽ. ഓക്കെ, സോ ഇവിടെ വരെ വന്നിട്ട് കോപ്പി AI start. See, check for AI. That's the first task. So this tool, checking for AI. So your content appears human. Got it? So ഞാൻ ഹ്യൂമൻ ടെസ്റ്റും പാസ്സായി, പ്ലേറിസം ടെസ്റ്റും പാസ്സായി, and you guys know that I have written it. Only thing is like നമ്മൾ എങ്ങനെയാണ് പ്രോംപ്റ്റിംഗ് ചെയ്യുന്നത് അതിന്റെ പുറത്താണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം see that can you create a table for all the product we have reviewed at the table format including the key points mentioned above, because നമ്മൾ ഇത് ഓൾറെഡി റിവ്യൂ ചെയ്തതാണ്. ഇപ്പം സംതിങ് ഇവര് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ I will ask that expand explanation. So എനിക്ക് എന്താ വേണ്ടേ ആ പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തേക്ക്. സോ ലൈക്ക് I have like അങ്ങനെയാണ് ഇതിനൊരു പ്രോപ്പർ വേയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രോംപ്റ്റിംഗ് ചെയ്യുന്നത്. സോ ഷെയർ ദ പ്രോസ് ആൻഡ് കോൺസ് ഇൻ ബുള്ളറ്റ് പോയിന്റ്സ്. സോ ആദ്യം വരെ എനിക്ക് പ്രോസ് ആൻഡ് കോൺസ് എല്ലാം തന്നു, ബട്ട് I asked again like give me in bullet points. പിന്നെ ബുള്ളറ്റ് പോയിന്റ്സ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞത്, കൺവേർട്ട് ദിസ് ഇൻ ടു 3 points, ബോത്ത് പ്രോസ് ആൻഡ് കോൺസ്. എനിക്ക് ഇത്ര കൂടുതലൊന്നും വേണ്ട, ഓൺലി 3 points മാത്രം. സോ യു ആർ സീയിങ് ദാറ്റ് മൊത്തം പ്രോംപ്റ്റിംഗ്, ഈ ഒരു ആർട്ടിക്കൽ എഴുതാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്ന മൊത്തം പ്രോംപ്റ്റ്സ് ആണ് ഇതിനകത്ത് നിങ്ങൾ കാണുന്നത്. ലൈക്ക് വാട്ട് ആർ ദ തിങ്സ് ഐ കമ്മ്യൂണിക്കേറ്റ്.
And I started with like this, act as a copywriter, all those things നിങ്ങൾക്ക് അറിയാം. 5 പ്രൊഡക്റ്റിന്റെ URLs ഞാൻ ആദ്യം തന്നെ കൊടുത്ത്, ബേസ്ഡ് ഓൺ ദാറ്റ് അവർ ഔട്ട്ലൈനിനകത്ത് ആ പേരെടുത്ത്, ആ ടൈറ്റിൽ അവർക്ക് വായിച്ചിട്ട് ടൈറ്റിൽ എടുത്തു. എനിക്ക് 5 പ്രൊഡക്റ്റിന്റെ ടൈറ്റിൽ കിട്ടി, കംപ്ലീഷൻ കൺക്ലൂഷൻ എല്ലാം കിട്ടി. പിന്നെ അവിടുന്ന് ഞാൻ ആ ആർട്ടിക്കിളിന് വേണ്ടി ഒരു ടൈറ്റിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഐ വാണ്ട് കീവേഡ് ഫസ്റ്റ്, സോ ഐ വാണ്ട് മൈ കീവേഡ് ഫസ്റ്റ്, ഞാൻ കീവേഡ് ഫസ്റ്റിലേക്ക് കയറ്റി. Then that is like my title, starting title ആയിരുന്നു. പിന്നെ ഇപ്പം ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് എനിക്ക് വേണ്ടത്. So here are the key points. Brief explanation of the importance of baby strollers in parents. So ഓരോന്നിന്റെ പോയിന്റ്സിന്റെ ഞാൻ ഡീറ്റെയിൽസിങ് എടുക്കാനുണ്ട്. ഇൻട്രോയിൽ വന്ന സാധനമാണിത്. So you can see that brief explanation of the importance of baby strollers for parents. അതായിരുന്നു പോയിന്റ്സ്. So I got that particular section. So ഞാനിത് I want my keyword on first. So ഇത് ഓക്കെ, അതല്ല, നമ്മൾ ബ്രീഫിംഗ് ചോദിച്ച് അവരെനിക്കൊരു ബ്രീഫിംഗ് തന്ന്. So here is the briefing. So ഞാൻ ബ്രീഫിംഗ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ ഒരു 200 വേർഡ്സിലേക്ക് ഫിനിഷ് ചെയ്യാം, എനിക്ക് ഇത്ര ലെന്തി ഒന്നും വേണ്ട, ഐ വാണ്ട് 200 വേർഡ്സ്. Then they converted into 200 words. ഇത് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി. വേർ ഇസ് മൈ കീവേഡ്? സോ ഒരാളോട് ചോദിക്കുന്ന പോലെ തന്നെയാണ്, വേർ ഇസ് മൈ കീവേഡ്, എന്റെ കീവേഡ് എവിടെ? ഓ അപ്പോളജീസ്, അയാൾ പിന്നെ വീണ്ടും കീവേഡ് വെച്ചിട്ട് എനിക്ക് റീറൈറ്റ് എഴുതി തന്നു. സോ ഞാൻ പറഞ്ഞു എനിക്ക് 200 വേർഡും വേണ്ട, ഇത് ലെന്ത് ഭയങ്കര കൂടുതലായിട്ടാണ് തോന്നുന്നത്, ഒരു 100 വേർഡ് മതി. Then they come up with the 100 words. So ഇനിയിപ്പം 100 വേർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോയി, സി പോയിന്റ് കൊടുത്ത് സി പോയിന്റിനകത്ത് വന്ന് സെയിം വേ ഓരോ പോയിന്റ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്, പിന്നെ ഓരോ പ്രൊഡക്ട്സ് നമ്മൾ എടുത്തിട്ട് കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റിന്റെ സെക്ഷൻസിനകത്ത് ഞാൻ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ തുടങ്ങി. ഓരോ പ്രൊഡക്റ്റിന്റെ ഞാൻ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിനകത്ത് കണ്ട പോലെ തന്നെ കംപ്ലീറ്റ് കണ്ടന്റ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത്, ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഗിവിംഗ് മീ എ കംപ്ലീറ്റ് സെഗ്മെന്റ്സ്. ആൻഡ് ഇത് ആദ്യം തന്നെ ഇവർ ഈ ഔട്ട്ലൈനിനകത്ത് തന്ന സാധനം ഞാൻ ഇവരുടെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഈ ഔട്ട്ലൈനിനകത്ത് നിങ്ങൾ തന്ന കണ്ടന്റ് തന്നെയാണ് വേണ്ടത്, ആ ഫോർമാറ്റിൽ തന്നെയാണ് വേണ്ടത്. യു ഡോണ്ട് ഹാവ് ടു ക്രിയേറ്റ് എ ന്യൂ ഫോർമാറ്റ്. സോ അവർ ആ ഫോർമാറ്റിൽ തന്നെ എനിക്ക് മൊത്തം കണ്ടന്റ് തന്നു. So again, can you write a meta description for under 150 keywords for best baby? ഇത് ബേസിക്കലി ഞാൻ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എഴുതിക്കുന്ന എന്തിനാണ് പറഞ്ഞത്, അവിടെ SEO ഇടാൻ വേണ്ടി ഒന്നല്ല, അവിടെ മെയിൻ ആയിട്ട് പോയിന്റ്സോ അല്ലെ പിന്നെ എവിടെയെങ്കിലും ഒരു കണ്ടന്റ് ആഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഇട്ടത്. സോ യു ക്യാൻ ജസ്റ്റ് സീ ദാറ്റ് വേർ ഐ ഹാവ് യൂസ് ദിസ്. സോ മോസ്റ്റ്ലി കണ്ടന്റിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ ഇതിനെ യൂസ് ചെയ്തേക്കുന്നത്. സോ ലെറ്റ്സ് സീ എവിടെയാണ് ഇതിനെ യൂസ് ചെയ്തേക്കുന്നത്. Okay, so I haven't used it anywhere. So I don't remember why do I ask that meta description tharamendi. So maybe next product adevole thane your next task is to detail product review. Adutha product njan koduthu again our same content enki provide cheythu. So give me 3 bullet points product, so customer happy to make purchase. Nammal avade oro product ne image nathu 3 points nammal add cheythu. This one ഓരോ പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മൾ ഇവിടെ 3 പോയിന്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇവിടെ ഈ സാധനം. സോ ലൈക്ക് ഈ 3 പോയിന്റ്സ്. സോ ഐ ആസ്ക് ദം ടു ഗിവ് മീ ആ പ്രൊഡക്റ്റിന് ഒരു വട്ടം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3 പോയിന്റ്സ് തരാൻ മതി. സോ ഐ ഹാവ് ലൈക്ക് യൂസ്ഡ് ദിസ് 3 പോയിന്റ്സിനെ ഞാൻ അവിടെ എന്താ ചെയ്ത് യൂസ് ചെയ്ത്. സോ യു ക്യാൻ കം ഹിയർ സി 3 പോയിന്റ്സ്. ഡ്യൂറബിൾ, ഐ തിങ്ക് സെക്കൻഡ് പ്രൊഡക്റ്റ് ആണ്. ഡ്യൂറബിൾ ആൻഡ് സേഫ് ഡിസൈൻ, കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്, സ്മൂത്ത് ആൻഡ് മൊബിലിറ്റി. സോ complete sections. Give me the title tag for this first product. So title tag ഞാൻ എന്തിനാണ് പറഞ്ഞാൽ ഇത് കൊടുക്കാൻ വേണ്ടിയാണ് title tag യൂസ് ചെയ്യുന്നത്. So I got the title tag, but I didn't like. I will ask how much is the rating. See, ഞാൻ ഈ പ്രൊഡക്റ്റിനകത്ത് എല്ലാ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. So ഞാൻ അങ്ങോട്ട് തന്നെ ചോദ്യം ചോദിക്കുകയാണ്, what is the rating of this product? So that particular thing is they are giving me the rating section. എത്രയാണ് ആ particular section നകത്ത് rating വരുന്നത്. So അതാണ് ഞാൻ ഇവരോട് ജസ്റ്റ് അങ്ങോട്ട് തന്നെ ചോദിച്ചു. സോ ലൈക്ക് സി ദിസ് കണ്ടന്റ് റൈറ്റിംഗ് ഈസ് മോർ അബൌട്ട് ലൈക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവെർസേഷൻ ആണ് ചെയ്യുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ആം ഷോയിങ് യു. ലൈക്ക് എങ്ങനെയാണ് ലൈക്ക് 3000 വേർഡ്സ്, നോ പ്ലേറിസം, നോ എന്താ പറയുന്ന AI ഡിറ്റക്ഷൻ, ലുക്സ് ലൈക്ക് കംപ്ലീറ്റ്ലി ഹ്യൂമൻ, ബിക്കോസ് ഐ ഇന്ററാക്റ്റഡ് വിത്ത് ലൈക്ക് ദാറ്റ്. സോ എന്തായിരിക്കും അമ്മമാർ നോക്കുന്നത്, എന്തായിരിക്കും ഇതിന്റെ റിവ്യൂ, എന്തിനു വേണ്ടിയാണ് ലൈക്ക് ഗോയിങ് ഡൗൺ, യു വിൽ സീ ദാറ്റ് മോർ കൈൻഡ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. എനിക്ക് ഒരു ചെറിയൊരു എഴുതുന്നതിന് മുമ്പേ ഐ ഗെറ്റ് ദ ഐഡിയ ലൈക്ക് കണ്ടന്റ് ഓക്കെ ആണോ ഇല്ലേ.
പിന്നെ നമ്മൾ ബേസിക് പ്രോംപ്റ്റിങ്ങിനകത്ത് ഷുഡ് ബി ലുക്ക് ലൈക്ക് ഹ്യൂമൻ പ്ലേറ്റിസം പാസ് ആവണം. പിന്നെ എന്താ പറയുന്നത്, അവരെ നമ്മൾ ടീച്ച് ചെയ്യുക. സോ ദീസ് പർട്ടിക്കുലർ എന്താ പറയുന്നത്, ഈ പർട്ടിക്കുലർ ചാറ്റിലെ കംപ്ലീറ്റ് ചാറ്റ് ഇങ്ങനത്തെ ഒബ്ജക്റ്റീവിന് വേണ്ടി ടീച്ച് ചെയ്തേക്കുന്നതാണ്. സോ ഇതിനകത്ത് ഇനി അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ റിവ്യൂ ചെയ്തുകൊണ്ട് പോയാൽ ഇതിന്റെ മൊത്തത്തിന് എനിക്ക് ഒരു സിംഗിൾ പ്രോംപ്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ബട്ട് ഐ എം നോട്ട് ഷോയിങ് ദാറ്റ് പ്രോംപ്റ്റ് റൈറ്റ് നൗ. ബട്ട് ഐ എം ലൈക്ക് ഷോയിങ് ലൈക്ക് ഹൗ ദ തിങ്സ് യു ക്യാൻ യൂസ് ദിസ് പർട്ടിക്കുലർ തിങ്, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ദ തിങ്. നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കുന്ന എല്ലാ ലിങ്ക്സും നോ ഫോളോ ആണ്. ബിക്കോസ് ഇതെല്ലാം ആമസോൺ ലിങ്ക്സ് ആണ്. സോ വി ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ദിസ് ലിങ്ക്. സോ ഇറ്റ്സ് എ വെരി നെസസറി ടു ഗിവ് എൻ എ ലിങ്ക്. What happens? ഓക്കെ, സോ ഞാൻ ഇതിന്റെ ലിങ്ക്സ് കാണിക്കാം. ഇതുണ്ട്, നോ ഫോളോ അട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ലിങ്കിനകത്ത് നോ ഫോളോ അട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. Reload it. ഇവിടെ കാണുന്ന എല്ലാ ലിങ്ക്സ്, സോ വിച്ച് എവർ ദ ലിങ്ക് ഇസ് ദെയർ, ഓൾ ദ ലിങ്ക് വിൽ ബി നോ ഫോളോ ആയിരിക്കും. സോ ദാറ്റ്സ് ദ തിങ്. പിന്നെ നമുക്ക് കണ്ടന്റിനകത്തോട്ട് ഇന്റർണൽ ആൻഡ് ഇന്റർണൽ ലിങ്കിങ്സ് ആഡ് ചെയ്യണം. സോ ഇന്റർണൽ ലിങ്കിങ് ഇങ്ങനത്തെ ആർട്ടിക്കിൾസിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇഫ് യു ആർ റൈറ്റിംഗ് പാരന്റ്സ് കണ്ടന്റ്, സോ പാരന്റ് സെക്ഷൻസിനകത്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ്. ഈ കണ്ടന്റ് അവിടെ പോയി. എങ്ങനെ ഡിലീറ്റ് ആയി എനിക്ക് അറിഞ്ഞില്ല. കണ്ടന്റ് third. I think rest is fine. So ഇന്റർണൽ ലിങ്കിങ്, എക്സ്റ്റേണൽ ലിങ്കിങ്. ഇന്റർണൽ ലിങ്കിങ് നമ്മുടെ വേറെ ചൈൽഡ് പേജസ് ഉണ്ടെങ്കിൽ ചൈൽഡ് പേജസിലേക്കും, ഇതിപ്പം ഇത് നമ്മുടെ പില്ലർ കണ്ടന്റ് ആണ്. ഇതിന്റെ കൂടെ വരാൻ പോകുന്നത് ഒരു ചൈൽഡ് പേജ് ആയിരിക്കും. സോ ഇനിയിപ്പം ഞാൻ ബെസ്റ്റ് ബേബി സ്ട്രോളേഴ്സ് അണ്ടർ 2000, അണ്ടർ 5000, അണ്ടർ 6000 പറഞ്ഞിട്ട് ഞാൻ കുറച്ച് റിവ്യൂസ് ചെയ്യും. അത് നേരെ ഇതിനകത്തോട്ട് ഇന്റർണൽ ലിങ്കിങ് ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ടും ലിങ്ക് ചെയ്യും. സോ ദാറ്റ് വിൽ ബി ലൈക്ക് ഒരു ഫാമിലി ആയിട്ട്, ഫാമിലി ട്രീ പോലെ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. സോ that's the sections in this particular thing. Now അത് കൂടാതെ നമ്മൾ എന്താ പറയുന്നത്, ഇതിനകത്ത് നമ്മുടെ ഇതേടെയും ഫീച്ചേർഡ് ഇമേജ് ആടെയും അൾടാഗ് കൊടുക്കും. അൾടാഗിനകത്ത് ബെസ്റ്റ് ബേബി സ്ട്രോളേഴ്സ് ഇൻ ഇന്ത്യ ആയിരിക്കും നമ്മുടെ അൾടാഗിനകത്തോട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ വാട്ട് എവർ ദ അൾടാഗ് നമ്മൾ കൊടുക്കുന്നത്, സെയിം ബേബി സ്ട്രോളേഴ്സ് ഇൻ അൾടാഗിനകത്ത് കൊടുക്കും, ടൈറ്റിലിനകത്ത് കൊടുക്കും. സോ അതും നമ്മൾ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ H1, H2, H3 ലിങ്ക്സ് നോ ഫോളോ, പിന്നെ നമ്മുടെ പ്രോപ്പർ ആയിട്ട് എന്താ പറയുന്നത് ഇമേജസിന് അൾടാഗ്, ഇന്റർണൽ ലിങ്കിങ്, എക്സ്റ്റേണൽ ലിങ്കിങ്, FAQs, ഇത്ര കാര്യങ്ങൾ നമ്മൾ ഈ കണ്ടന്റിനകത്തോട്ട് ആഡ് ചെയ്യും. ഇതെല്ലാം ഓൺ പേജിന്റെ സെക്ഷനകത്ത് വരുന്നത്. പിന്നെ മെറ്റാ ടൈറ്റിലിനകത്ത് നമ്മൾ പോകുന്ന സമയത്ത് വി വിൽ ബി ഓപ്റ്റിമൈസിങ് അവർ ടൈറ്റിൽ. So I will try to like see 80 score വരെ എനിക്ക് കിട്ടി. So I try to optimize as much as possible. So ഇപ്പൊ ഞാൻ മെറ്റാ ടൈറ്റിൽ ആണെങ്കിൽ ഓൾവേസ് ഐ ഫോക്കസ് ഫോർ എന്താ പറയുന്ന മെയിൻ കീവേഡ് എന്താണ്, അത് തന്നെയായിരിക്കും എന്റെ URL-നകത്ത്. സോ URL-നകത്ത് ഞാൻ ഇന്ന് ഈ സ്റ്റോപ്പ് വേർഡ്സിനെ അവോയ്ഡ് ചെയ്ത്, ബട്ട് ഈ കണ്ടന്റിനകത്ത് വരുമ്പോൾ കണ്ടന്റിനകത്തും ഐ ഹാവ് ഫോക്കസ് ലൈക്ക് മെയിൻ കീവേഡ്സ് വരാൻ വേണ്ടി, എന്റെ കണ്ടന്റിനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് വരാൻ വേണ്ടി ഞാൻ ഫോക്കസ് ചെയ്തു.
ആൻഡ് ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇയർ ഇടുന്നത് ഓരോ ഇയറിൽ ചേഞ്ച് ആവാൻ വേണ്ടിയാണ്. ഇവിടെ മാത്രമേ ഇടുന്നുള്ളൂ, മുകളിലത്തെ H1 ഇടുന്നില്ല. H1 ഐ ജസ്റ്റ് ട്രൈ ടു ഡു സംതിങ് എൽസ്. സോ ദാറ്റ്സ് ദ തിങ്. സോ ഇതായിരുന്നു ഓവറോൾ ഒരു ആർട്ടിക്കിളിന്റെ കംപ്ലീറ്റ് എങ്ങനെയാണ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് സെക്ഷൻസ്. നൗ യുവർ ടാസ്ക് ഇസ് ടു ഫിനിഷ് ദിസ്.